ഒരിക്കലും അവൻ യാതൊരു നഷ്ടം ഉണ്ടാവില്ല. നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പല ആളുകളും പലപ്പോഴായി പറയുന്ന ഒരു വേവലാതിയാണ്, എനിക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്കതിന് അവസരം ലഭിച്ചിട്ടില്ല എന്നൊക്കെ പലപ്പോഴും പറയും. എന്നാൽ ആ ഒരു അവസരം, നമുക്ക് ലഭിക്കാതെ പോയ അവസരം നമ്മുടെ മക്കൾക്ക് നൽകുകയും അത് നികത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഖുർആൻ മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവൻ യാതൊരു നഷ്ടം ഉണ്ടാവില്ല. ദുനിയാവിലും നഷ്ടമുണ്ടാവുകയില്ല, ആഖിറത്തിലും ഒരു നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കുക ഇത്തരം സാലിഹായ മക്കൾ മാത്രം. അതല്ലാതെ നിങ്ങൾ പഠിപ്പിച്ചെടുത്ത് വലിയ ഡിഗ്രികൾ ഉണ്ടാക്കിയ ആളുകളൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാഹു അലം, ഉപകാരപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠത എന്തെയും നിങ്ങൾക്ക് നാളെ കാണുന്ന അവസ്ഥ ഉണ്ടാകും. സ്വർഗത്തിൽ വലിയ ഒരു താജ് എന്തെയും ആ മാതാപിതാക്കൾക്ക് അണിയിക്കപ്പെടുന്ന. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതോടൊപ്പം തന്നെ മക്കളും മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം അത് ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്, ഖുർആൻ മനഃപ്പാടാക്കുക എന്നുള്ളതാണ്. ഖുർആൻ മനഃപ്പാടമാക്കി കഴിഞ്ഞ വിദ്യാർത്ഥികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആൻ മനഃപ്പാടമാക്കാത്ത വിദ്യാർത്ഥികളിൽ നിന്ന് ഒരുപാട് പ്രത്യേകത എന്തുണ്ട്? ഈ മനഃപ്പാടമാക്കിയ വിദ്യാർത്ഥികളിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഓർമ്മശക്തിയും ഗ്രാഹ്യ ശക്തിയും ഒക്കെ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു.